നമസ്കാരം കേരള. ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ കേരളത്തിലുണ്ടാക്കിയ കോളിളക്കങ്ങൾ ചെറുതല്ല. വന്ന പ്രതിഷേധങ്ങൾ കത്തിക്കയറുകയാണ്. എന്നാൽ ഇതൊന്നും നടക്കില്ല, നമ്മളോടാ കളി എന്ന മട്ടിലാണ് ഗതാഗത വകുപ്പ്. അല്ലേ, ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും വിദേശത്തിരുന്നാണ് കരുക്കൾ നീക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വിഷയത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കാത്ത ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ നേരിടാൻ ഉറച്ചിരിക്കുകയാണ് സർക്കാർ. ടെസ്റ്റ് നടത്താൻ പകരം ഗ്രൗണ്ടുകൾ കണ്ടെത്താൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. നിലവിൽ ടെസ്റ്റ് നടത്തുന്ന 86-ൽ 77 ഗ്രൗണ്ടുകളും ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ വാടകയ്ക്കെടുത്തതാണ്. ഈ ഗ്രൗണ്ടുകൾ അടച്ചിട്ടാണ് യൂണിയനുകൾ ഇപ്പോൾ ടെസ്റ്റ് തടയുന്നത്. ഇന്നലെ മുതൽ തന്നെ ടെസ്റ്റുകൾക്കുള്ള പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 24 സ്ഥലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. മറ്റിടങ്ങളിൽ സർക്കാരിന്റെയും സർക്കാർ സ്കൂളുകളുടെയും മൈതാനങ്ങൾ ഒരുക്കാൻ RTOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഇടങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വാടകയ്ക്കെടുക്കും. ടെസ്റ്റിനുള്ള വാഹനം കിട്ടാത്ത സ്ഥലങ്ങളിൽ അവയും വാടകയ്ക്കെടുക്കും. ഇന്നലെ ടെസ്റ്റിന് വന്നവരെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചയച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി. ടെസ്റ്റിന് വന്നവരെ തിരിച്ചയക്കുന്നവർക്കെതിരെ ഇനി മുതൽ ഉടൻ നടപടിയുണ്ടാകും. സമരത്തിന് ചില ഉദ്യോഗസ്ഥർ പിന്തുണ നൽകുന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. ഇതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച സർക്കുലറിലെ മിക്ക നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ 3 മാസത്തിലേറെ ഇളവ് നൽകിയിട്ടും ആശയക്കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരിൽ ചിലർ നിസ്സഹകരിച്ചിരിക്കുകയാണ്. കയ്യിൽ ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന ആദ്യ സർക്കുലറിലെ നിർദ്ദേശത്തിന് മാത്രം പുതിയ ഉത്തരവിൽ പ്രത്യേകിച്ച് ഇളവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. അതിനാൽ കയ്യിൽ ഗിയറുള്ള ഇരുചക്ര വാഹനവുമായി വന്നവരെ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചു. എന്നാൽ കയ്യിൽ ഗിയറുള്ളത് പറ്റില്ല എന്ന മുൻ ഉത്തരവ് നടപ്പാക്കുന്നതും 3 മാസത്തേക്ക് നീട്ടി പിന്നാലെ ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തുടനീളം ഇന്നലെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർഗോഡ് പായ വിരിച്ച റോഡിൽ കിടന്ന പ്രതിഷേധം നടക്കുകയുണ്ടായി. കാഞ്ഞങ്ങാട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. സ്വന്തം വാഹനവുമായി എത്തുന്നവർക്ക് ഇന്നലെ ടെസ്റ്റ് നടത്താമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ അറിയിപ്പ്. എന്നാൽ തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ആരും ടെസ്റ്റിന് എത്തിയില്ല. ഇവിടെ 21 പേർക്കായിരുന്നു ഇന്നലെ ടെസ്റ്റ് സ്ലോട്ട് നൽകിയത്. പാലക്കാട് മലമ്പുഴയിൽ കൂത്തുപാള കഞ്ഞി സമരവുമായി പ്രതിഷേധക്കാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. സമരക്കാരുടെ നേതൃത്വത്തിൽ കഞ്ഞി വെച്ചായിരുന്നു സമരം. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമരം കത്തിക്കയറിയത്. തലശ്ശേരിയിലും മുക്കത്തും പ്രതിഷേധം നടന്നു. കഴിഞ്ഞ ദിവസം സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തിയവർക്കെതിരെയും പ്രതിഷേധമുണ്ടായി. സമരത്തിൽ നിന്നും പിന്മാറിയ CITUവിനെതിരെ സമരസമിതിയും രംഗത്തെത്തിയിരുന്നു.